ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് LP-UP സിലബസ് വൈസ് ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ടോപ്പിക്ക് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിളിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആർട്ടിക്കിൾ. ഒട്ടുമിക്ക എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ശരിയാക്കാറുള്ള ചോദ്യമാണ്. അത്രയും സിമ്പിളായിട്ടുള്ളത് തന്നെ വരാറുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പഠിക്കാം. ആർട്ടിക്കിൾസ് രണ്ട് തരത്തിലാണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് എ എൻ എന്നൊക്കെ വരുന്നത്, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ വെച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എ നോക്കാം. എ അല്ലെങ്കിൽ ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്നുള്ളൊരർത്ഥമാണ്, ഒന്ന് ഒരു എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ മുന്നിലാണ് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന വസ്തുക്കളുടെ അതും ഒരെണ്ണം ഉള്ളതിൻ്റെ മുന്നിലാണ് നമ്മൾ എ വയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ എ ബുക്ക്, എ ഗേൾ. ഇപ്പോൾ ബുക്കൊക്കെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പം അതിൻ്റെ സിംഗുലർ എന്ന് പറഞ്ഞാൽ ബുക്ക്. ഓക്കെ, ഒരു ബുക്ക്, എ ഗേൾ, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് എയും ആനും ഉപയോഗിക്കുന്നതിലെ വ്യത്യാസം. എ എന്ന് പറയുന്നത് കൺസോണൻറ്റ് സൗണ്ടിൻ്റെ സൗണ്ടുള്ള വാക്കിൻ്റെ മുന്നിൽ വയ്ക്കുന്നതാണ്. കൺസോണൻറ്റ് സൗണ്ടിൻ്റെ മുന്നിലാണ് നമ്മൾ എ വയ്ക്കുക. വവ്വൽ സൗണ്ടിൻ്റെ മുന്നിലാണ് നമ്മൾ ആൻ വയ്ക്കുക. വവ്വൽ സൗണ്ടുകൾ നമുക്കറിയാം, എ ഇ ഐ ഒ യു. ഈ ഒരു അക്ഷരങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ സൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സൗണ്ട് വരില്ലേ, എ ഇ ഐ ഒ യു, ഈ സൗണ്ടുകളുടെ മുന്നിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഏനെ കുറിച്ചിട്ടാണ്. അപ്പം എ ഉപയോഗിക്കുന്നത് കൺസോണൻ്റ് സൗണ്ടിൻ്റെ മുന്നിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ വോവൽ സൗണ്ട് അല്ലാത്തതെല്ലാം കൺസോണൻ്റ് സൗണ്ട്സാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബോയ്, ബ ആണ് നമ്മൾ അതിൽ തുടക്കമല്ലേ ബോയുടെ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞാൽ വവ്വലില്ല. അപ്പോൾ ബ ഒരു കൺസോണൻ്റ് സൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ എ വെച്ചു, എ ബോയ്, എ ഹോൾസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന അക്ഷരമല്ല അല്ലേ, സൗണ്ടാണ് നോക്കേണ്ടത്. അതിനൊരു എക്സാമ്പിളായിട്ടാണ് എ യൂറോപ്യൻ. ഈ ആണ് യൂറോപ്യൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എങ്കിലും നമ്മളവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് യൂറോപ്യൻ, യായാണ്, യാ. അതൊരു കൺസോണൻ്റ് സൗണ്ടാണ്, അതുകൊണ്ട് നമ്മളവിടെ എ ഉപയോഗിക്കും. ഓക്കെ, എ യൂണിവേഴ്സിറ്റി, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്തത് ONE, വൺ എന്നാണ് പറയുക, വൺ ഐഡ് മാൻ. വൺ എന്ന് പറയുമ്പോൾ അതിൽ ഓയാണ് സ്റ്റാർട്ടിങ്ങിലെ ലെറ്റർ എങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് വായാണ്, വൺ. അപ്പോൾ അതിന് മുന്നിൽ നമ്മൾ എ ആണ് ഉപയോഗിക്കുക. എ വൺ ഐഡ് മാൻ, എ 1 rupee നോട്ട്, എ യൂണിയൻ, എ യൂണിഫോം. ഇനി നമ്മൾ ആൻ നോക്കുകയാണ്. ആൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു വവ്വൽ സൗണ്ടിൻ്റെ മുന്നിലാണ് വയ്ക്കുക. എ ഇ ഐ ഒ യു എന്ന സൗണ്ടുകളുടെ മുന്നിൽ, അക്ഷരങ്ങളല്ല, ആ സൗണ്ട് വരണം കേട്ടോ. ആൻ എനിമി, ആൻ ഓറഞ്ച്. ഇനി എച്ച് സൈലൻ്റ് ആണ് ആയിട്ടുള്ള വാക്കുകളുണ്ട്, അതൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് വവ്വൽ സൗണ്ടിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ആനാണ് ഉപയോഗിക്കുക. അപ്പോൾ ആൻ അവർ, HOUR, അതിൽ എച്ച് സൈലൻ്റ് നമ്മൾ അവർ എന്നാണ് പറയുക, അവർ. അപ്പോൾ അത് ഒരു വവ്വൽ സൗണ്ടാണ്. ആൻ അവർ, ആൻ ഓണസ്റ്റ്, ആൻ ഓണറബിൾ മാൻ, ആൻ അയർ. ഓക്കെ, ഇനി നമ്മൾ ആൻ ഉപയോഗിക്കുന്നത് അബ്രിവിയേഷൻസിൻ്റെ മുന്നിൽ നമ്മൾ ആൻ ഉപയോഗിക്കും. അപ്പോൾ ചില അബ്രിവിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫോമുകളാണ് കേട്ടോ. നമ്മൾ MLA, MP, എക്സ്റേ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫോംസാണ്. ഈ ഷോർട്ട് ഫോമുകളുടെ ആദ്യത്തെ ലെറ്റർ ഒരു വവ്വൽ സൗണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ആനാണ് ഉപയോഗിക്കുക. എക്സാമ്പിളാണ് MBA, അവിടെ M ആണ് ഉപയോഗിച്ച ലെറ്റർ. നമ്മൾ വായ കൊണ്ട് പറഞ്ഞു നോക്കുമ്പോൾ എ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ. അപ്പോൾ അതൊരു വവ്വൽ സൗണ്ട്. അപ്പോൾ ആനാണ് ഉപയോഗിക്കുക. ആൻ MBA, ആൻ MP, ആൻ LD ക്ലർക്ക്, ആൻ LIC ഏജൻറ്റ്, ഇങ്ങനെയൊക്കെയാണ് വരിക. ഇനി നമ്മൾ ദ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളാണ് നോക്കുന്നത്. നമ്മുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ. ഈ ദ എന്ന് പറയുന്നത് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ദ. അപ്പോൾ എക്സാമ്പിൾസ് നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. ദ മൂൺ, ദ സ്റ്റാർസ്, ദ എർത്ത്, ദ സൺ, ദ യൂണിവേഴ്സ്, ദ ഹൊറൈസൺ. ഇങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ മുന്നിലൊക്കെ നമ്മൾ ദ ഉപയോഗിക്കും. എന്നാൽ നമ്മൾ ഹെവൻ, ഗോഡ്, പാരഡൈസ് അങ്ങനെ പറയുന്നതിന് മുന്നിൽ നമ്മളത് ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കും.
ഇനി ദ ഉപയോഗിക്കുന്നതിന് ഒരു എക്സാമ്പിളാണ് ദ ബൈബിൾ, ദ ഖുറാൻ, ദ ഗീത. അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൻ്റെ മുന്നിലും ദ ഉപയോഗിക്കും കേട്ടോ, ന്യൂസ് പേപ്പറിൻ്റെ പേരിൻ്റെ മുന്നിൽ. അതുപോലെ നമ്മൾ പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ മുന്നിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ആ എഴുതിയ ആളുടെ പേര് ചേർത്തിട്ടാണ് പുസ്തകത്തിൻ്റെ പേരെങ്കിൽ അതിന് മുന്നിൽ നമ്മൾ ദാ ഉപയോഗിക്കില്ല. ഒരു എക്സാമ്പിളാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്, ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ്. ഓക്കെ, അവിടെ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ദാ ഉപയോഗിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ ദാ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. നദികൾ, കനാലുകൾ, സീ, ഓഷ്യൻ, സ്ട്രെയ്റ്റ്സ്, ഗൾഫ്സ്, ഇതിന് മുന്നിലൊക്കെ നമ്മൾ ദാ ഉപയോഗിക്കും. ദ നൈൽ, ദ സൂയസ് കനാൽ, ദ അറേബ്യൻ സീ, ദ പസഫിക് ഓഷ്യൻ, ദ പാക് സ്ട്രെയ്റ്റ്, ദ പേർഷ്യൻ ഗൾഫ്, ഇതിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ദാ ഉപയോഗിക്കും. അതുപോലെ മൗണ്ടെയിൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഇതിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ദാ ഉപയോഗിക്കും. ദ ഹിമാലയാസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്നതിന് മുന്നിൽ നമ്മൾ ദാ ഉപയോഗിക്കും. അതേസമയം നമ്മൾ ദ്വീപസമൂഹത്തിൻ്റെ മുന്നിലാണ് ഈ ദാ ഉപയോഗിക്കുന്നത്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൻ്റെ മുന്നിൽ. പക്ഷേ ഒരു ഐലൻഡായിട്ട് മാത്രമാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നിൽ ദാ ചേർക്കില്ല കേട്ടോ. ഓക്കെ, അതുപോലെ അതായത് ശ്രീലങ്ക ഒരു ഐലൻഡാണ്, അപ്പോൾ ശ്രീലങ്ക എന്നേ പറയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുന്നിൽ ദാ ഉപയോഗിക്കും കേട്ടോ, ദ വയലിൻ, ദ കീബോർഡ്, അങ്ങനെയൊക്കെ. അതുപോലെ നമ്മുടെ മോണുമെൻറ്റ്സ്, നമ്മുടെ സ്മാരകങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ മുന്നിൽ ഉപയോഗിക്കും. ദ താജ്മഹൽ എക്സാമ്പിൾ. അതുപോലെ ഓർഡിനൽ നമ്പേഴ്സില്ലേ, നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ദാ ഉപയോഗിക്കും. അതുപോലെ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ മുന്നിലാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഔദ്യോഗിക പദവികൾക്ക് ഒരു മൗണ്ടെയിൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാ ഉപയോഗിക്കും. സെക്രട്ടറി, ദ പ്രസിഡന്റ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ. അതുപോലെ നമ്മൾ യുണൈറ്റഡ് കിങ്ഡംസ്, യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ദാ ഉപയോഗിക്കും. ദ UK, ദ USA, ദ UAE, അങ്ങനെയൊക്കെ നമ്മൾ ദാ ഉപയോഗിക്കും. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ആർട്ടിക്കിൾസിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ആർട്ടിക്കിൾസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട്, അതിപ്പോൾ LP UPക്ക് പഠിക്കുന്നത് കൊണ്ട് LP UPയുടെ പ്രീവിയസ് മാത്രം നോക്കണം എന്നില്ല. നമ്മുടെ LDC ലെവലിലുള്ള PSC പരീക്ഷകളുടെ LDCയുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലൊക്കെ ആർട്ടിക്കിൾ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. Okay, thank you.